കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നിങ്ങളുടെ മുമ്പിൽ എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും നിങ്ങളുടെ വിശ്വാസത്താൽ ആ പ്രതിസന്ധിയെ മുറിച്ച് അതിൻ്റെ നടുവിലൂടെ ഒരു വഴിയൊരുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തിലൂടെ മാത്രം. അല്പം പോലും സംശയിക്കാതെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിനു മുന്നിലൂടെ ഒരു വഴി നിങ്ങൾക്ക് തുറന്നിരിക്കും. രണ്ടാമത്തെ വരിയിൽ ഒരു അഫർമേഷനാണ് അത് പറയുന്നത്. നിങ്ങൾ കാണാത്തതായ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇതുവരെയും വന്ന് ചേരാത്തതായ സംഭവത്തെ വന്നതായി കണ്ട് കാണാത്ത കാര്യം കൺമുമ്പിലെന്ന പോലെ വിശ്വസിക്കുന്നു. അഫർമേഷനെ കുറിച്ചാണ് ഈ വരികൾ പറയുന്നത്. വീഡിയോ കാണുക മാത്രമല്ല, അതിൽ പറയുന്നതായ അഫർമേഷൻ സെൽഫ് ലവ് റെമഡീസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിൽ പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഹായ്, ഹലോ, ഏഞ്ചൽ ബ്ലെസ്സിംഗ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ് കാണുക. തേർഡ് പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ റീഡിങ് കാണരുത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇപ്പോൾ നോക്കുന്നത്. നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുന്നു. ഇത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഓക്കെ, അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് ആദ്യം നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള പേഴ്സണ് വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു കറക്റ്റ് റിസൾട്ട് തന്നെ നൽകണമേ, ഒരു കറക്റ്റ് റീഡിങ് തന്നെ നൽകണമേ, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ കഴിയണമേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എൻ്റെ വ്യൂസിനോട് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എൻ്റെ വ്യൂസിനോട് കറണ്ട് ഫീലിങ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എൻ്റെ വ്യൂസിനോട് കറണ്ട് ഫീലിങ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോടുള്ള ഈ വീഡിയോ കാണുന്ന പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് 10 ഓഫ് സോഡാണ്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് എനർജി ആയിരുന്നു ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്നത്. ആ ബ്ലാക്ക് എനർജിയിൽ നിന്നെല്ലാം മാറി ഒരു സണ്ണ് ലൈഫിൽ വരുന്നുണ്ട്. അവരുടെ ബുദ്ധി തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് കുത്തുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ആ ബുദ്ധിയൊക്കെ കുറേശ്ശെ തെളിഞ്ഞ് വരുന്നത്. ഓക്കെ, തെളിഞ്ഞ് വരട്ടെ. നമ്പർ 10 ആണ്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ജെമിനി എയർ സൈനാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി അടുത്ത് എന്താണെന്ന് നോക്കട്ടെ. അവിടെ 8 ഓഫ് കപ്പാണ്. എന്തായിരുന്നാലും ഇവിടെ കുത്തു കൊണ്ട് കിടക്കുന്നത് നിങ്ങളോടുള്ള ഇപ്പോൾ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുത്തു കൊണ്ട് കിടക്കാൻ കാരണം ഇവിടെ 8 ഓഫ് കപ്പാണ്. തേർഡ് പാർട്ടിയുടെ അടുത്ത് 8 ഓഫ് കപ്പാണ്. അവിടുന്ന് ഒന്നുകിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ എല്ലാം തട്ടിമറിച്ചിട്ടിട്ട് അവരവരെ പണി നോക്കിപ്പോയി. അപ്പോൾ ഉള്ള കുത്തുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതും കൊണ്ട് കമുന്നടിച്ച് കിടക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടേച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. ആവശ്യത്തിന് കിട്ടി കാണും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അവിടെ ആ ഒരു പെയിൻ വന്നത്. ഓക്കെ, വരട്ടെ. ഇതെല്ലാം നല്ലതിനാന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നല്ലതിനാന്ന് ചിന്തിക്കട്ടെ. തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ
അത് നല്ലതിനാണ്. കാരണം ജീവിതത്തിലൊരു പുതിയ ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അടുത്ത ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. സ്പീഡായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരെയാണ്. അത്രത്തോളം ഇവിടുന്ന് ഓടെയാണ്. കപ്പം തട്ടിമറിച്ചിട്ടിട്ട് ഓടുന്ന ഓട്ടമാണ്. ഓക്കെ, ഓടി ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. നല്ല സ്പീഡിനാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്തുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്പ്. നിങ്ങളുടെ തേർഡ് പാർട്ടി വീണ്ടും പേഴ്സണ് ഓഫർ കൊടുക്കാനും അഫർമേഷൻ ചെയ്യാനും മാജിക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയാണ്. ക്യൂൻ ഓഫ് കപ്പാണ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയും അവർ മാജിക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഇതുപോലെ സ്പിരിച്വലായിട്ടുള്ള വ്യക്തികളെ പോയി കാണുകയും പേഴ്സൺ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്ന രീതിയിൽ കപ്പ് ഒരുപാട് വീണ്ടും ഓഫറുകൾ കൊടുക്കുകയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എന്നെ വിട്ടു പോകരുതേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടി നിൽക്കുകയാണ്. ഓക്കെ, അടുത്ത കാർഡ് നിങ്ങൾ തേർഡ് പാർട്ടി ഇത് എല്ലാം കണക്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. അടുത്ത 2 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള യാത്രയാണ്. എന്തായാലും നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. തേർഡ് പാർട്ടിയും നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളടുത്ത് ഇവിടുത്തെ കപ്പുകളെല്ലാം മറിഞ്ഞ് ഇപ്പോൾ സണ്ണിലേക്ക് നോക്കിയുള്ള നടത്തിയാണ്. കാരണം ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടത്തേക്കുള്ള ന്യൂ ബിഗിനിങ് ആണ്. തേർഡ് പാർട്ടി വീണ്ടും കപ്പുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ എംപററാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങളോടുണ്ടായിരുന്ന ചിലപ്പോൾ നിങ്ങളെ ഇനി വിളിക്കാനൊന്നും ബാക്കി കാണത്തില്ല. വിളിക്കേണ്ടതെല്ലാം വിളിച്ചിട്ടായിരിക്കും തേർഡ് പാർട്ടിയുടെ പിറകെ ഓടിയിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം മാറി അതൊക്കെ തലകുത്തനെ മറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല. അതെല്ലാം കാരണം ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് വിളിച്ചതെന്ന് പോലും ഇപ്പോൾ അവർക്ക് ഓർമ്മ പോലും കാണത്തില്ല. അങ്ങനെയൊക്കെ വിളിച്ചോന്ന് തന്നെ ചോദിച്ച് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ പറയുമോ നിന്നെ നോക്കി എന്ന് തന്നെ ആയിരിക്കും തിരിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തരുന്ന മറുപടി. കാരണം അവരിപ്പം അവരുടെ ഏത് സ്വഭാവമായിരുന്നോ ആ സ്വഭാവത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ റൂഡായിട്ടും അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ഒരു പട്ടാള ചിട്ട എങ്ങനെയായിരുന്നു ആ രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന എന്നെ ഇത്ര സമയത്തെ വിളിക്കാവോ, അത് കഴിഞ്ഞ് നീ വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്നെ ഈ ഒരു സമയത്ത് എൻ്റെ ജോലിയാണ് ആ സമയത്ത് നീ വിളിക്കരുത് എന്നുള്ള ഒരു പട്ടാള ചിട്ടകൾ എങ്ങനെയാണ്. കാരണം ഒരു ടൈം ബേസ് തരികയും ഇന്ന സമയം കഴിഞ്ഞ് വിളിക്കാൻ പാടില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പട്ടാള ചിട്ട എങ്ങനെയാണ് ആ ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പട്ടാള ചിട്ടയിലോ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ്. കാരണം ഇത് റിവേഴ്സ് വന്നിരിക്കുമ്പോഴത്തേക്കും ആ ഒരു എനർജിയിൽ നിന്നെല്ലാം അവർ ഇപ്പം മാറിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അറിവുള്ള വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ കഴിയും പ്രായം ഒരുപാട് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ മൂത്ത വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിലും നാക്ക് വലുതായിരിക്കാം. സംസാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ ഓരോന്ന് ചിന്തിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ കുറച്ച് മെച്യൂറായിട്ട് ചിന്തിക്കുകയും മെച്യൂറായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, 4 നമ്പറാണ്, 2 നമ്പറാണ്. 4 നമ്പർ ഏപ്രിൽ മാസമാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം വന്നിട്ടുണ്ട്. 4 നമ്പർ വന്നിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. 1 വന്നിട്ടുണ്ട്. ഓക്കെ, ഫയർ സൈൻ ഏരീസിനെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫയർ സൈനും വന്നിട്ടുണ്ട്. ഓക്കെ, കപ്പ് വാട്ടർ സൈൻ വന്നിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഇവർ ക്യൂനങ്ങ് നിന്നങ്ങ് പണിയാണ് നടക്കുന്നത്. കാരണം അവരൊരുപാട് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്യൂൻ ഓഫ് വാൻഡ്സ് ഓഫർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ് വേണം, അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നാലും വിട്ടുപോയി നിങ്ങളുടെ പേഴ്സണാണ് അപ്പോൾ ഈ പോകണത് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം അവർ നിങ്ങളുടെ പേഴ്സണ് വീണ്ടും ഓഫർ കൊടുക്കുകയും അവരിൽ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാജിക്കുകളും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക്
എന്തോ വലിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആ വീണ്ടും ഹൈ പ്രീസ്റ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റീസ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വണ്ട്. ഇതിൽ മൊത്തവും അവർ ധ്യാനങ്ങളാണ്. അവർ നല്ല രീതിയിൽ പ്രാർത്ഥന ഇതെല്ലാം നടത്തിയാണ്. നിങ്ങൾ പോസിറ്റീവായിരിക്കുക. നിങ്ങൾ ഒരു വിധേനയും നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണോ പോയിരിക്കുന്നത് തിരിച്ച് അതുപോലെ വലിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അത് കാരണം നിങ്ങൾ ഒരു വിധത്തിലും കരയരുത്. കരഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത 99% അത് കാരണം നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും. അങ്ങനെ വരണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വരുമെന്ന് പൂർണ്ണമായിട്ടും ചിന്തിക്കുക. നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ. നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരുപാട് വീണ്ടും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവർ എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ പോകുന്നതിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ തോൽവിയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയാവുന്ന വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി. അപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്ത കാർഡാണ്. നിങ്ങളെ ഓർത്തിട്ട് ഇത്രയധികം പെയിനാണ് അനുഭവിക്കുന്നത് കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും സത്യത്തിലേക്ക് അടുക്കട്ടെ, സത്യസ്നേഹത്തിലേക്ക് അടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ നല്ല പോസിറ്റീവായിരിക്കുക. ചെടിയുടെ ടെക്നിക്ക് ചെയ്ത് നോക്കുക. ചെടിയുടെ ടെക്നിക്ക് ഏറ്റവും നല്ല അഫർമേഷനാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് വന്നവർ അത് ചെയ്ത് നോക്കിയെങ്കിലല്ലേ റിസൾട്ട് അറിയാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെങ്കിലേ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ. ആ റിസൾട്ട് ഏറ്റവും വലിയ റിസൾട്ടാണ്. കാരണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് അറിയാവുന്നതാണ്. അത് കാരണം തന്നെയാണ് ഞാനിതെടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിത് വെച്ചിരിക്കുന്നത് സാമ്പത്തികത്തിനാണ്. ഓക്കെ. പേഴ്സണ് വേണ്ടിയിട്ടല്ല ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് എന്ത് കാര്യത്തിനാണ്. ഇപ്പോൾ സാമ്പത്തികത്തിനാണെങ്കിൽ വെക്കാം, അല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അത് വെക്കാം. അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഒരു പേപ്പറിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് വേണം ഇതിൻ്റെ അടിയിൽ വയ്ക്കാൻ. നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വന്നതിന് നന്ദി. ഓക്കെ. അത് എഴുതിയിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, പൈസ കിട്ടാനുള്ളവർ, അതുപോലെ ആ പൈസ കിട്ടാനുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ കോയിൻ ഇടണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതുപോലെ കോയിൻ ഇട്ടിട്ട് പൈസയുമായിട്ട് സാമ്പത്തികവുമായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ കോയിൻ ഇതിൻ്റെ അകത്ത്. ഞാനിത് ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യും കേട്ടോ. കാരണം ഡെയിലിയൊക്കെ ഇത് വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ എനർജിക്ക്, കാരണം ഏറ്റവും നല്ല പോസിറ്റീവ് എനർജിയുള്ള സാധനമാണ് ബാമ്പു. ഓക്കെ. എല്ലാ നെഗറ്റീവും മാറ്റിയെടുക്കും. ഒരിക്കലും ബാമ്പുവിന് മഞ്ഞ നിറം വരാൻ പാടില്ല. ഇലകളൊന്നും മഞ്ഞ കളറാവാൻ പാടില്ല. അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജി വന്നു എന്നാണ് അർത്ഥം. അതിനെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഡെയിലി മാറി അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരും. കാരണം അവരിവിടെ പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. അവർ സ്പിരിച്വലായിട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുകയാണ്. എല്ലാ കാർഡും സ്പിരിച്വലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. 3 കാർഡും സ്പിരിച്വലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. 10 ഓഫ് സോഡ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളോട് കാണിച്ചത് കറക്റ്റ് ഈ എംബ്രർ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വിളിച്ച വിളിയും നിങ്ങളോട് പറഞ്ഞ ആക്ഷേപങ്ങളും എത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചത് ഈ ഒരു ക്രൂര മുഖത്തോടു കൂടി നിന്ന് നിങ്ങളെന്തെല്ലാം ആജ്ഞാപിച്ചിട്ടുണ്ടോ അതെല്ലാം ഓർത്തിട്ടാണ്. കാരണം എംബ്രറാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എംബ്രറാണ് ആയിരിക്കുന്നത്. എഴുത്താണ്ടില്ലേ? അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഇത്രയും വേദന സഹിച്ചല്ലോ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് പെയിൻ വരുന്നു. കാരണം നിങ്ങളെയും ഇപ്പോൾ തേർഡ് പാർട്ടിയും തങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും പാവമായിട്ടല്ലോ അല്ലെങ്കിൽ എന്നെ ഇത്രയും സ്നേഹിച്ചൊരു വ്യക്തിയെയാണോ
ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് ഓർത്ത് അവർക്ക് ഒരുപാട് പെയിൻ കിട്ടുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ഒരുപാട് കത്തി വെച്ച് കുത്തി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ചിന്തകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് നന്ദി. കാരണം അവർ ഇത് കുത്തിയില്ല, സ്നേഹം മാത്രം കപ്പ് മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ചിന്തയിലേക്ക് വരത്തില്ല. കാരണം കുത്തിയതിന് നന്ദി എന്ന് പറയുക. നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് വാൺസ് വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് സോഡ്, ന്യൂ ബിഗിനിങ്. അത് ന്യൂ ബിഗിനിങ് ആണ്, ഇത് ന്യൂ ബിഗിനിങ് ആണ്. കറക്റ്റായിട്ടാണ് കാർഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സ്പീഡിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആ ആക്ഷൻ തന്നെയാണ് ഏസ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടു കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സോടു കൂടി തന്നെ നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കാൻ തക്കവണ്ണം സ്ട്രോങ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ടു ഓഫ് വാൺസ് ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ടു ഓഫ് വാൺസ് എന്ന് വെച്ചപ്പോഴത്തേക്ക് അവരുടെ ലൈഫിലുണ്ടായിരുന്ന തേർഡ് പാർട്ടി, മറ്റൊരു വ്യക്തിയും കൂടി ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നല്ലോ. കാണിച്ചു തരുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത്. എന്താണ്ട് ഇവിടെ ഇവരിപ്പം നിങ്ങളുടെ പേഴ്സണാണ്. ഈ 2 കമ്പുകളുണ്ടായിരുന്നു. അതിൽ ഈ കമ്പിനെയായിരുന്നു ആദ്യം പിടിച്ചിരുന്നത്. ഇപ്പോൾ ആ കമ്പിനെ വിട്ടിട്ട് ഇപ്പം ഈ കമ്പിനെ പിടിച്ചു. കാരണം ഈ കമ്പിനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുത്തുകൾ ഒരുപാട് കിട്ടിയത്. അത് കാരണം അത് പെട്ടെന്ന് വിട്ടിട്ട് നിങ്ങളെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഹൈ പ്രീസ്റ്റസ്, ഈ നിങ്ങളുടെ ഇതും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹൈ പ്രീസ്റ്റസ് ഇത് ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പുറം ഇപ്പുറം കാർഡുകളെല്ലാം ആവർത്തിച്ചാണ് വന്നിട്ടുണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു ഹൈ പ്രീസ്റ്റസ് ആയിട്ട് അവരുടെ മുമ്പിൽ റൂഡായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു. അവരുടെ മുഖം ശരിക്കുമുള്ള മുഖമായിരുന്നില്ല. തേർഡ് പാർട്ടിയുടെ മുഖം മറ്റൊരു മുഖമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ റിലേഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും കാര്യങ്ങളും, പേഴ്സൺ നല്ലതായിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനെല്ലാം നേരെയായി പോകുന്നതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു നിങ്ങൾ നിന്നിരുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ അടുത്താണെങ്കിൽ തേർഡ് പാർട്ടി എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ആഴക്കടൽ പോലെയാണ്. എത്ര നീന്തി ചെന്നിരുന്നാലും ഒന്നും കണ്ടെത്താനാകുന്നില്ല. അവരത്രയും കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ശരിയായ മുഖം അവരൊരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, നമുക്കിനി ഇത് നോക്കാം. 8 ഓഫ് കപ്പ്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 8 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. വാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും 8 ഓഫ് വാണ്ടാണ്. കാരണം നിങ്ങളടുത്തോട്ട് ഇവിടുന്ന് കറക്റ്റ് അത് വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളടുത്ത് വന്നിരുന്ന 8 ഓഫ് വാണ്ടാണ് ഇവിടെ. കാരണം ഒരു ന്യൂ ബിഗിനിങ്, എത്രയും പെട്ടെന്ന് സ്പീഡിന് നിങ്ങളിലേക്കൊരു ഗ്രോത്ത്, ഒരു ആക്ഷൻ എടുക്കാനാണ് വരുന്നത്. ഈ 8 ഓഫ് കപ്പ് ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ വിട്ടു പോകുന്നു. എങ്ങോട്ട്? എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പിന് ക്ലാരിഫൈ ചെയ്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വരികയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇത് അങ്ങോട്ടേക്ക് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വരികയാണ്. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ രീതിയിൽ അവർക്ക് ആഹാരവും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിലാണ് എല്ലാം ഓർമ്മ വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ക്യൂൻ ഓഫ് കപ്പ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് ഇവിടെ തേർഡ് പാർട്ടി എനർജിയിൽ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി എനർജിയിൽ എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എടുക്കാൻ പറ്റത്തില്ല. ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി എനർജിയിൽ എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ.
ഷഫിൾ ചെയ്യാനൊക്കെ ഇപ്പോഴാണ് പഠിച്ചത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പിന്നെ കുത്ത് ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ അതാണ്ട് 9 ഓഫ് സോഡാണ്, ഇവിടെ 10 ഓഫ് സോഡ്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് അവർ തങ്ങളിൽ നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും പേഴ്സൺ അവരെ വിട്ട് 8 ഓഫ് കപ്പ് അവരുടെ ഇമോഷനെ എല്ലാം വിട്ടിട്ട് പേഴ്സൺ പോകണത്. ഓക്കെ, അവരിപ്പോൾ ഒരുപാട് പെയിനിലാണ്. തേർഡ് പാർട്ടി നിങ്ങൾ അനുഭവിച്ചിരുന്ന അതേ പെയിനിലാണ്, നിങ്ങളുടെ പേഴ്സണും ഇതേ പെയിനിലാണ്, തേർഡ് പാർട്ടിയും ഇതേ പെയിനിലാണ്. കാരണം പേഴ്സണ് അത് പെയിൻ വരാൻ കാരണം നിങ്ങളെ വിട്ട്, സത്യമായ സ്നേഹത്തെ വിട്ട് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തല്ലോ, നിങ്ങൾക്ക് ഇത്രയും വേദന തന്നല്ലോ എന്നോർത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് പെയിൻ. നിങ്ങളുടെ തേർഡ് പാർട്ടി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. 9 ഓഫ് സോഡിലാണ്, ഒരു സോഡിൻ്റെ കുറവുണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സണാണ് ഒരു സോഡ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു സോഡ് കുറവാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് കൊണ്ടാണ്, ഈ ഇമോഷനെയൊക്കെ വിട്ടിട്ട് പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ ക്യൂൻ ഓഫ് കപ്പിൽ വീണ്ടും കരഞ്ഞും തളർന്നും എന്തൊക്കെ തന്നെയാണെങ്കിലും എന്ത് വില കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് വരുന്ന നല്ല എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള എനർജിയാണ് തന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, പോസിറ്റീവായിട്ടുള്ള എനർജി തന്നതിനായി നന്ദി. താങ്ക് യു. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് ഇവിടെ? അവർ സ്ട്രെങ്ത് എടുക്കുകയാണ്. അതാണ്ട് അവർ സ്ട്രെങ്ത് എടുക്കുന്ന എടുപ്പ് കാണുമ്പോഴേ അറിയാം. നിങ്ങളവിടെ സ്ട്രെങ്ത് കരഞ്ഞു പിടിച്ചിരുന്നോ, അവരിവിടെ സ്ട്രെങ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ സ്ട്രെങ്ത് എടുക്കുകയാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെങ്ത് ആകുക, ഒരിക്കലും കരയാൻ പാടില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അവൻ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ശരീരം നല്ല വിയർക്ക എക്സസൈസ് ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക, ശുദ്ധ വെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കുക. ഓക്കെ, ബോട്ടിൽ വെള്ളമൊന്നും കുടിക്കാൻ നോക്കാതിരിക്കുക. എത്രയും നല്ലത് ഭൂമിയിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കിണറിൽ നിന്നുള്ള വെള്ളം തന്നെ ആയിരിക്കും കുറച്ചുകൂടെ എനർജി കൂടുതലായിട്ട് കിട്ടുന്നത്. ഓക്കെ, മണ്ണിൽ നിന്ന് നമ്മുടെ കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിൽ എനർജി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ ഒരുപാട് കുടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശുദ്ധജലം. ഹൈ പ്രീസ്റ്റസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹൈ പ്രീസ്റ്റസ് എന്തുകൊണ്ടാണ് വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തും നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും എന്ത് ചെയ്യാനും അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. ഓക്കെ, ദ കിങ് ഓഫ് കപ്പാണ് വീണ്ടും വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്പും. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് അട്രാക്റ്റ് ആയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ ഓവറോൾ എനർജി ഇത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് അട്രാക്റ്റ് ആയിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരുന്നു ഇത്രയും നാളുമെങ്കിൽ, തേർഡ് പാർട്ടിയുടെ ഒരു റിലേഷനിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്നേഹ വലയത്തിലായിരുന്നുവെങ്കിൽ അവർ തങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ കഠിനമായ വേദനയിൽ തേർഡ് പാർട്ടി നോവുകയാണ്, വേദനയെടുക്കുകയാണ്. കാരണം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണോ നിങ്ങളുടെ തേർഡ് പാർട്ടി കൊണ്ടുവന്നത്, ഇതിപ്പോൾ തിരിച്ച് നിങ്ങളങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ല, അവിടെ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരികയാണ്. നല്ലൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം കർമ്മ അനുഭവിച്ചേ മതിയാകൂ. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ ഒരു കർമ്മ വാങ്ങിച്ചേ മതിയാകൂ. കർമ്മയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല. നിങ്ങൾക്കും എനിക്കും ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല. ചെയ്ത കർമ്മയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ദൈവം കൂടെയുണ്ട്. നിങ്ങൾ ഒരു കാലത്തും വിഷമിക്കേണ്ട. നിങ്ങൾ വിചാരിക്കും, നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, ഈ ഒരു ചെങ്കടലാണ്, ഇതെങ്ങനെ കടക്കും, ഇതിനപ്പുറം ഞാൻ എങ്ങനെ ജീവിക്കും, ഈ ഒരു ഇത്രയും ചെങ്കടലിനെ പോലെയുള്ള ദുഃഖത്തിൽ
നിങ്ങൾ എങ്ങനെ കടന്ന് അപ്പുറത്ത് ചെല്ലും? നിങ്ങൾക്ക് ഒരു വഴിയുമില്ല. നിങ്ങൾ ദൈവത്തെ വിളിക്കുക, നിങ്ങൾ വിശ്വാസത്തോടെ വിളിക്കുകയാണെങ്കിൽ ആ ചെങ്കടൽ നിങ്ങൾക്ക് രണ്ടായി പിളരും. നിങ്ങൾക്ക് എത്ര തന്നെ വിഷമമാണ്, അസാധ്യമെന്ന് തോന്നുന്നിടത്ത് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, ആ ഒരു ചെങ്കടൽ നിങ്ങൾക്ക് രണ്ടായി പിളർന്ന് കിട്ടും. അതിൻ്റെ മധ്യത്തിലൂടെ തന്നെ ദൈവം നിങ്ങൾക്ക് ഒരു വഴിയൊരുക്കും. ആ വഴിയൊരുക്കിയ ദൈവം ഇത് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്ന് മാത്രമേ വേണ്ടുള്ളൂ, നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലെത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാത്രം സ്ട്രോങ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒന്നിൻ്റെ മുമ്പിലും നിങ്ങളുടെ സോളിനെ നിങ്ങൾ അടിയറവ് വെക്കരുത്, താഴ്ത്തി കെട്ടരുത്, നിങ്ങൾ കരയരുത്. കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം. ഒരിക്കലും നിങ്ങൾ തോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരോടും ഇരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ന്യൂ ബിഗിനിങ്, മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നെ ആയിക്കോട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ആൾക്കാർ വരട്ടെ. അവരുടെ ജീവിതം സന്തോഷമായി തീരട്ടെ. അവരാഗ്രഹിക്കുന്നതിനും അധികമായിട്ട് സ്നേഹം കൊടുക്കുവാൻ തക്കവണ്ണം തന്നെ ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.